ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയ അഭിഷിക്തന്മാരെ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ സമസ്ത മേഖലകളിലും സർവശക്തനായ ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ തുടർമാനമായി ചിന്തിക്കുന്ന വേദ സന്ദേശം പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ്. പ്രാർത്ഥനാ ജീവിതം ക്രിസ്തു മാർഗത്തിന്റെ ഏറ്റവും നല്ലൊരു അടിത്തറയാണ്, ഒരു കോൺക്രീറ്റ് ആണ്. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ഓവർകം ചെയ്യുവാൻ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു മാർഗമാണ്. ദൈവത്തോട് പറ്റിയിരിക്കുവാൻ, ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുവാൻ, ദൈവത്തിന്റെ കൂടെ നടക്കുവാനൊക്കെ നമുക്ക് ഈ ദിവസങ്ങൾ കഴിയണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറച്ചുകൂടി മൂർച്ച കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. ഈ ദിവസങ്ങളിൽ എനിക്ക് വ്യക്തിപരമായി വരുന്ന ഒത്തിരി മെസ്സേജുകളുണ്ട്. ഈ മെസ്സേജുകൾ കേട്ടതിന് ശേഷം ഒത്തിരി പേരുടെ പ്രാർത്ഥന ജീവിതം ഒന്ന് മാറ്റിമറിക്കുവാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ 2025 നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒത്തിരി പ്രാർത്ഥനകൾക്കായി സമയത്തെ വേർതിരിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ദൈവം ഒരുമിച്ച് കൂടിയിരുന്ന 120 പേരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ നിറച്ചു. സ്തോത്രം. പ്രാർത്ഥനയിൽ ഒന്നിച്ച് ഒരുമനപ്പെട്ട് എവിടെ കൂടി വരുന്നു അവരുടെ നടുവിലാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികൾ വെളിപ്പെടുന്നു. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമനപ്പെട്ട് ഒരു മനസ്സോട് എവിടെ കൂടി വരുന്നു അവരുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് നിറയുക തന്നെ ചെയ്യും. ഇവിടെ ഇതാ യേശുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് 120 പേരടങ്ങുന്ന ഒരു സംഘം മർക്കോസിന്റെ മാളിക മുറിക്കകത്തിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായി അവർ ഇരുന്ന വീട് മുഴുവനും ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറച്ചു. 2 അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആമേൻ. ഒരു പരിശുദ്ധാത്മാവിന്റെ സീല് അവരുടെ ശരീരത്തിന്മേൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. 3-ാമതായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ തന്നെ ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ അകത്ത് വെളിപ്പെടുവാൻ തുടങ്ങി. 1 നിറച്ചു, 2 പതിഞ്ഞു, 3 നിറഞ്ഞു. ഈ ദിവസം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു നിറവുണ്ടാകേണ്ടതിന്, നമ്മൾ കൂടി വരുന്നിടത്തൊക്കെയും ദൈവശക്തി വ്യാപരിക്കേണ്ടതിന്, ദൈവത്തിന്റെ അസാധാരണമായ പ്രവർത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനമായി ഞാനും നിങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവിടെ ഇതാ സംഭവിച്ചത് ഇങ്ങനെയാണ്. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്നു. 2-ാമതായി പിളർന്നിരിക്കുന്ന നാവുകൾ അഗ്നിജ്വാല പോലെ അവർക്ക് പ്രത്യക്ഷമാകുകയും അത് അവരുടെ മേൽ നിറഞ്ഞു. 3-ാമതായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദൈവിക അഭിഷേകത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആ 120 പേരുടെ പേരും അവിടെ കൂടിയിരുന്നവരുടെ പേരും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ചലിച്ചത് പ്രാർത്ഥനയാണ്, ഒരു മനസ്സാണ്, യൂണിറ്റിയാണ്. അപ്പം പ്രാർത്ഥന ഒരു യൂണിറ്റിയാണ്, ഒരു ദൈവിക സ്വാതന്ത്ര്യം അതിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധിക സമയം ചെലവിടുവാൻ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക അഭിഷേകം കൊണ്ട് ഈ ദിവസങ്ങളിൽ ഇവരെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you.